ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്സിൻ്റെ മൊഡ്യൂൾ 1 ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബാക്കി ഭാഗമാണ്. അതിലെ അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ് ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് ദ സ്റ്റേറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെൻറ്ററും സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷനെ കുറിച്ചിട്ട്, ഈ സെൻറ്ററും സ്റ്റേറ്റിലുണ്ടാവുന്ന ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള റിലേഷൻസിനെ കുറിച്ചിട്ടും, സെൻറ്റർ സ്റ്റേറ്റ്സിൻ്റെ മേളിൽ ഇടപെടുന്ന പലതരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അഡ്മിനിസ്ട്രേഷൻ്റെ റിലേഷൻ ആണ് നമ്മൾ ഈ സെൻറ്ററും സ്റ്റേറ്റും തമ്മിൽ പറയാൻ വേണ്ടി പോകുന്നത്. സോ ദ സെൻട്രൽ ഗവൺമെൻറ് ഹാസ് വേ ടു കൺട്രോൾ ദ ഡയറക്റ്റ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ത്രൂ വേരിയസ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്. ഇപ്പോൾ പലതരത്തിലുള്ള ഭരണഘടനാ വ്യവസ്ഥകളിലൂടെ നമ്മുടെ സംസ്ഥാന സർക്കാരുകളെ നിയന്ത്രിക്കാനും ഡയറക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാരിന് പലതരത്തിലുള്ള മാർഗങ്ങളും സ്വീകരിക്കാറുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 256 അതായത് പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അതുപോലെ തന്നെ നിലവിലുള്ള നമ്മുടെ സ്റ്റേറ്റിൻ്റെ നിയമങ്ങളും ഒക്കെ തന്നെ ഓരോ സ്റ്റേറ്റും കറക്റ്റായിട്ടുള്ള രീതിയിൽ നടപ്പിലാക്കണമെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 256 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 257(1) പറയുന്നത്, ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്, അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിന് പലതരത്തിലുള്ള എക്സിക്യൂട്ടീവ് അധികാരങ്ങളുണ്ട്. ഇതിലൊന്നും സംസ്ഥാനങ്ങൾ ഇടപെടാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രദേശങ്ങളിൽ കേന്ദ്ര സർക്കാരിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പലതരത്തിലുള്ള റെക്കമെൻഡേഷൻസ്, നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകാൻ വേണ്ടി പറ്റുമെന്നാണ് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസിനകത്ത് സെൻറ്ററും സ്റ്റേറ്റും എന്ന് പറയുന്ന കാര്യത്തിൽ പറയുന്നത്. അതുപോലെ ആർട്ടിക്കിൾ 257(4) പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ നാഷണൽ അല്ലെങ്കിൽ നമ്മുടെ മിലിറ്ററി ഫോഴ്സസിൻ്റെയൊക്കെ തന്നെ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള പോളിസീസിനെ കുറിച്ചിട്ടും പദ്ധതിനെ കുറിച്ചിട്ടും റെയിൽവേ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സ്റ്റേറ്റ് സർക്കാരിന്, സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകാൻ വേണ്ടിയിട്ട് കഴിയും. അതാണ് ആർട്ടിക്കിൾ 257(4) പറയുന്നത്. ആർട്ടിക്കിൾ 365 പറയുന്നത്, ഇപ്പോൾ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അവിടെ ഒരു ഭരണം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ആ ഒരു സ്റ്റേറ്റിൽ ഭരണം കൊണ്ടുവരാൻ വേണ്ടി പറ്റും. പ്രസിഡന്റ് ക്യാൻ ഇമ്പോസ് പ്രസിഡൻസ് റൂൾസ് ടേക്കിംഗ് ഓവർ സ്റ്റേറ്റ് ഫങ്ഷൻസ്. ആ സ്റ്റേറ്റ് ഫങ്ഷൻസിനെ ടേക്ക് ഓവർ ചെയ്യാനും പ്രസിഡൻറ്റേതിൻ്റെ ആയിട്ടുള്ള റൂളുകൾ അവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ് ആർട്ടിക്കിൾ 365 പറയുന്നത്. അടുത്ത നമ്മൾ പറയുന്നത് ഡെലിഗേഷൻ ഓഫ് യൂണിയൻ ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ്. ദി പ്രസിഡന്റ് വിത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ് കൺസേൺ ക്യാൻ അസൈൻ യൂണിയൻ ഫങ്ഷൻസ് ടു സ്റ്റേറ്റ് ഓഫീസേഴ്സ് വിത്ത് എനി എക്സ്ട്രാ കോസ്റ്റ് കവേർഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ സമ്മതത്തോടു കൂടിയിട്ട് നമ്മുടെ പ്രസിഡൻറ്റിന് സെൻട്രലിൻ്റേതായിട്ടുള്ള ചുമതലകൾ സ്റ്റേറ്റിൻ്റെ ഉദ്യോഗസ്ഥർക്ക് നിയോഗിക്കാൻ വേണ്ടി കഴിയും. അതായത് എന്താണോ സെൻട്രൽ പറയുന്നത് അത് സ്റ്റേറ്റിലെ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയും എന്നുള്ളതാണ് ഈ ഒരു ഡെലിഗേഷനകത്ത് പറയുന്നത്. അതുപോലെ 6th വൺ എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ സർവീസസ് ആണ്. ഇപ്പോൾ സർവീസസ് ലൈക്ക് ദ Indian Administrative Services and the Indian Police Service appointed by the President further centralized authority over states. അപ്പോൾ രാഷ്ട്രപതിയാണ്, അതായത് പ്രസിഡന്റ് നിയമിക്കുന്നതാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്നത്. അത് ഇന്ത്യൻ പോലീസ് സർവീസ്, അതായത് IPS, IAS തുടങ്ങിയിട്ടുള്ള ഒരുപാട് പൊസിഷൻസ് ഉണ്ടല്ലോ. ഇതെല്ലാം തന്നെ എന്ത് ചെയ്യുന്നത്? നിയമിക്കുന്നത് പ്രസിഡൻ്റാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റിൻ്റെ മേലുള്ള സേവനങ്ങൾ എന്ന് പറയുന്നത് കുറച്ചുകൂടി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റേതാണെന്ന് പറയാൻ വേണ്ടി പറ്റും. 7th വൺ എന്ന് പറയുന്നത് ഇന്റർ സ്റ്റേറ്റ് കൗൺസിലാണ്. ദ പ്രസിഡന്റ് ക്യാൻ എസ്റ്റാബ്ലിഷ് ദിസ് കൗൺസിൽസ് ടു റിസോൾവ് സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട്സ് ഓർ ഡിസ്കസ് കോമൺ ഇൻട്രസ്റ്റ്. അതായത് സംസ്ഥാനത്തിൻ്റേതായിട്ടുള്ള പലതരത്തിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ പലതരത്തിലുള്ള പൊതു താല്പര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നതിനൊക്കെ തന്നെ പ്രസിഡൻറ്റിന് ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു കാര്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതായത് പലതരത്തിലുള്ള കോൺഫ്ലിക്ട്സുകൾ പല സ്റ്റേറ്റുകൾ തമ്മിലുണ്ടാവും. അപ്പോൾ അതൊക്കെ തന്നെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽസ് കൊണ്ടുവരുന്നത്. 8th വൺ എന്ന് പറയുന്നത് ഫുൾ ഫെയ്ത്ത് ആൻഡ് ക്രെഡിറ്റിനെ കുറിച്ചിട്ടാണ്. അതായത് പലതരത്തിലുള്ള
നമുക്കറിയാം കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും സർക്കാരുടെയൊക്കെ തന്നെ നിയമങ്ങൾ, അതുപോലെ അതിൻ്റേതൊക്കെ രേഖകൾ, പിന്നെ ജുഡീഷ്യൽ നടപടികൾ, ഇതൊക്കെ തന്നെ ഇന്ത്യയിലുടനീളം ബഹുമാനിക്കപ്പെടേണ്ടതാണ്. ആരും ഇതിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അതുപോലെ തന്നെ പിന്നെ ഇതിൽ അന്തർ സംസ്ഥാന നദീതർക്കങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് കോടതിയുടെ അധികാര പരിധിയിൽ നിന്ന് ഒഴിവാക്കി തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പാർലമെൻറ്റിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിയമങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഇപ്പോൾ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ നദി ഒഴുകുന്നതിന് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവിടെ പാർലമെൻറ്റിന് നിയമങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കഴിയുമെന്നാണ് ഇതിലൂടെ പറയുന്നത്. 10th വൺ എന്ന് പറയുന്നത് എമർജൻസി പവേഴ്സിനെ കുറിച്ചിട്ടാണ്. സോ ഡ്യൂറിങ് എമർജൻസീസ് ദ സെൻട്രൽ ഗവൺമെൻറ് ക്യാൻ ഡയറക്റ്റ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് പവേഴ്സ് ആൻഡ് ക്യാൻ ലെജിസ്ലേറ്റ് ഓൺ സ്റ്റേറ്റ് മാറ്റേഴ്സ് ബ്ലറിങ് ഫെഡറൽ ലൈൻസ്. അതായത് അടിയന്തര ഘട്ടങ്ങളിൽ കേന്ദ്ര സർക്കാരിന് നമ്മുടെ സ്റ്റേറ്റിൻ്റെ എക്സിക്യൂട്ടീവിൻ്റെ പവേഴ്സ് റെക്കമെൻഡേഷൻസിൽ നൽകാനും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഫെഡറൽ ലൈൻസ് ഒക്കെ തന്നെ ഇല്ലാതാക്കാനും അതുപോലെ സ്റ്റേറ്റിൻ്റേതായിട്ടുള്ള കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടപ്പിലാക്കാനും ഒക്കെ തന്നെ കഴിയും എന്നാണ് ഇതിലൂടെ പറയുന്നത്. 11th വൺ എന്ന് പറയുന്നത് ഇൻ്റർ സ്റ്റേറ്റ് കൊമേഴ്സ് കമ്മീഷനെ കുറിച്ചിട്ടാണ്. ഇൻ്റർ സ്റ്റേറ്റ് കൊമേഴ്സ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ സംസ്ഥാനങ്ങൾ, അതായത് പല സ്റ്റേറ്റുകൾ തമ്മിലായിരിക്കും വ്യാപാരങ്ങൾ നടക്കുക. അപ്പോൾ ഈ പലതരത്തിലുള്ള വാണിജ്യ വ്യവസ്ഥകളൊക്കെ തന്നെ നടപ്പിലാക്കുന്നതിന് പാർലമെൻറ്റിന് അവിടെ കമ്മീഷൻസ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കഴിയും എന്നാണ് ഇതിലൂടെ പറയുന്നത്. So these provisions effectively gave the central government significant control over the states. അപ്പം നമുക്ക് ഈ വ്യവസ്ഥകളൊക്കെ തന്നെ, ഈ പ്രൊവിഷൻസ് ഒക്കെ തന്നെ വളരെ ഫലപ്രദമായിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാരുകളുടെ മേൽ ഗണ്യമായിട്ടുള്ളൊരു നിയന്ത്രണം നൽകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു ഫെഡറൽ സിസ്റ്റത്തിൻ്റെ ഒരു കാര്യമേ അല്ല, പക്ഷെ എന്താണ്, ഭരണഘടനയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വിവരിച്ചിട്ടുണ്ട് എന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ റിലേഷൻസ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്സിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള റിലേഷൻസ് ആണ് സെൻട്രലും സ്റ്റേറ്റും തമ്മിൽ. ഇനി ഫിനാൻഷ്യൽ ആയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള സഹകരണത്തെ കുറിച്ചിട്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൽ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും എങ്ങനെ പണം കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ഇന്ത്യൻ ഭരണഘടനയിലൊക്കെ തന്നെ ഇത് വിശദമായിട്ട് നൽകുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ യൂണിയൻ റവന്യൂ റിസോഴ്സ്, സെൻട്രൽ ഗവൺമെൻറ്റിന് എവിടെ നിന്നാണ് റവന്യൂ ലഭിക്കുന്നത്, അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റംസ് ആൻഡ് എക്സ്പോർട്ട് ഡ്യൂട്ടീസിലൂടെ, കോർപ്പറേറ്റ് ടാക്സിലൂടെ, കറൻസിയും ഫോറിൻ ട്രേഡിലൂടെ, അതുപോലെ എക്സൈസ് ഡ്യൂട്ടീസും ടൊബാക്കോ, അതായത് എക്സൈസ് ഡ്യൂട്ടീസ് ഓൺ ടൊബാക്കോ, അതിലൂടെ ഫോറിൻ ലോൺസിലൂടെ, ഇൻകം ടാക്സിലൂടെ, പിന്നെ ടാക്സസ് ഓൺ ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് മോർ തുടങ്ങിയ കാര്യങ്ങളിലൂടെയൊക്കെ തന്നെ യൂണിയന് റവന്യൂ കിട്ടുന്നുണ്ട്. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിന് പണം ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള സ്രോതസ്സുകളിൽ നിന്നുകൊണ്ടാണ്. സ്റ്റേറ്റ് റവന്യൂ റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെ കുറച്ചാണ്. അതായത് ലാൻഡ് റവന്യൂ, എക്സൈസ് ഡ്യൂട്ടീസ് ഓൺ സർട്ടൻ ഗുഡ്സുകൾ, അതുപോലെ എസ്റ്റേറ്റ് ഡ്യൂട്ടി, പ്രോപ്പർട്ടി ഡ്യൂട്ടി, അതുപോലെ ടാക്സ്, ബിൽഡിങ്, പ്രൊഫഷൻസ്, അതിൻ്റെയൊക്കെ തന്നെ ടാക്സുകൾ, ഇലക്ട്രിസിറ്റി കൺസപ്ഷനിൽ ഉണ്ടാകുന്ന ഒരു ടാക്സ്, പിന്നെ ടോള് ടാക്സ്, ഇങ്ങനെയൊക്കെയാണ് സ്റ്റേറ്റിന് റവന്യൂ സോഴ്സസ് എന്ന് പറയുന്നത്. ഇനി ഈ റവന്യൂസിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്നാണ് സ്റ്റേറ്റ്സ് ഗവൺമെൻറ്റ്സിന് ഫണ്ടുകൾ ലഭിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റവന്യൂസ് എന്ന് പറയുന്നത് കേന്ദ്രം ശേഖരിക്കുന്ന, അതായത് കേന്ദ്രം ഉണ്ടാക്കിയെടുക്കുന്ന ചില നികുതികൾ എന്ന് പറയുന്നത് സ്റ്റേറ്റിന് നൽകാറുണ്ട്. അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് ശേഖരിക്കുന്ന എന്നാൽ സംസ്ഥാനങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടീസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അങ്ങനത്തെ നികുതികളും എന്ത് ചെയ്യുന്നുണ്ട്, റവന്യൂ എന്ന തരത്തിൽ സ്റ്റേറ്റിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചില നികുതികൾ എന്ന് പറയുന്നത് ഫിനാൻസ് കമ്മീഷൻ്റെ ശുപാർശയോട് കൂടിയിട്ട്, അതായത് ഫിനാൻസ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസോട് കൂടിയിട്ട് പല അടിസ്ഥാനങ്ങളിലും കേന്ദ്രം എന്ത് ചെയ്യുന്നുണ്ട്, പലതരം സംസ്ഥാനങ്ങളിലേക്കും പങ്കിട്ട് കൊടുക്കുന്നുണ്ട്. അതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റവന്യൂസ് എന്ന് പറയുന്നത്. ഗ്രാൻറ്റ്സ് ആൻഡ് എയ്ഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് അവരുടെയൊക്കെ തന്നെ ആവശ്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ഇപ്പോൾ അവരുടെ വെൽഫെയർ റിലേറ്റ് ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള പോളിസീസിനും അതുപോലെ ആദിവാസി മേഖലകൾക്കൊക്കെ തന്നെ സാമ്പത്തിക സഹായം നൽകാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഗ്രാൻറ്റ് ആൻഡ് എയ്ഡ്, അതായത് ഒരു തരത്തിലുള്ള ഒരു എമൗണ്ട് നൽകി വരുന്നുണ്ട്. അതാണ് ഗ്രാൻറ്റ് ആൻഡ് എയ്ഡ് എന്ന് പറയുന്നത്. ഫിനാൻസ് കമ്മീഷൻ എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് നമ്മുടെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ എങ്ങനെ പണം വിഭജിക്കപ്പെടണോ, ഏത് രീതിയിലൊക്കെ കൊടുക്കണം എന്ന് നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ട് ഓരോ 5 വർഷത്തിലും നിയമിക്കുന്ന ഒന്നാണ് ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഫിനാൻഷ്യൽ എമർജൻസി. നമ്മൾ പലതരത്തിലുള്ള എമർജൻസീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഫിനാൻഷ്യൽ എമർജൻസി എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നമ്മുടെ നികുതികൾ പങ്കിടുന്ന രീതി,
അതായത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റേറ്റും സെൻട്രലും തമ്മിലുള്ള ടാക്സ് ഒക്കെ തന്നെ പങ്കിടുന്ന രീതിയൊക്കെ തന്നെ അതിലുണ്ടാവുന്ന വ്യത്യാസങ്ങളെക്കുറിച്ചിട്ടും അതിലുണ്ടാവുന്ന നിർദ്ദേശങ്ങളെക്കുറിച്ചിട്ടൊക്കെ തന്നെ പ്രസിഡൻറ്റിന് ഇടപെടാൻ വേണ്ടി കഴിയും. അതായത് സാമ്പത്തികമായിട്ടുള്ള അടിയന്തരാവസ്ഥ കാലത്ത് നികുതി ടാക്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണമെന്നും അതുപോലെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് പ്രസിഡന്റിന് അധികാരമുള്ളൊരു സമയമാണ് ഫിനാൻഷ്യൽ എമർജൻസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ CAG എന്ന് പറയുന്നത് നമ്മുടെ പ്രസിഡൻ്റാണ് അത് നിയമിക്കുന്നത്. പലതരത്തിലുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിനും അതുപോലെ അക്കൗണ്ട്സിൻ്റെ ഒക്കെ തന്നെ മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് CAGനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നിയമിക്കുന്നത്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിന് കാര്യമായിട്ടുള്ള നിയന്ത്രണം നൽകുന്നതും CAGയിലൂടെയാണ്. അപ്പോൾ ഈ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എപ്പോഴും പരിമിതമായിട്ടുള്ള വളരെ കുറവായിട്ടുള്ള റിസോഴ്സസ് ആണുള്ളൂ റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കേന്ദ്ര സർക്കാരിനെയാണ് ആശ്രയിക്കുന്നത്. അതേസമയം നമ്മുടെ കേന്ദ്ര സർക്കാരിന് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ടുള്ള റവന്യൂ റിസോഴ്സസും ഉണ്ട് എന്നാണ് ഇതിലൂടെ പറയുന്നത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ചലഞ്ചസ് ഓർ ടെൻഷൻസ് ഏരിയാസ് ഇൻ യൂണിയൻ സ്റ്റേറ്റ് റിലേഷൻസിനെ കുറിച്ചിട്ടാണ്. അതായത് യൂണിയനും സ്റ്റേറ്റും തമ്മിലുള്ള ഇങ്ങനൊരു ബന്ധം നിലനിൽക്കുന്നിടത്തോളം കാലം പലതരത്തിലുള്ള ചലഞ്ചസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് 2 തരത്തിലുള്ള ഗവൺമെൻറ്റിനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് കേന്ദ്രത്തിൻ്റെ തലത്തിലും മറ്റൊന്ന് ഏതാണ്, സ്റ്റേറ്റ് തലത്തിലും. അതായത് സെൻട്രൽ ഗവൺമെൻറ്റുമുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു റിലേഷൻ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഇവർ ഏർപ്പെടുന്ന സമയത്ത് പലതരത്തിലുള്ള വെല്ലുവിളികൾക്കും സംഘർഷങ്ങൾക്കും ഒക്കെ കാരണമാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ് റിലേഷൻസിൽ ഉണ്ടാവുന്ന ഈ തരത്തിലുള്ള വെല്ലുവിളികളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസിയാണ്. സാമ്പത്തികമായിട്ടുള്ള ആശ്രിതത്വം എന്ന് പറയുന്നത് നമുക്കറിയാം സ്റ്റേറ്റ് ഗവൺമെൻറ്റിന്, നമ്മൾ നേരത്തെ പറഞ്ഞു, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എന്താണ്, വളരെ പരിമിതമായിട്ടുള്ള വരുമാന സ്രോതസ്സുകളാണുള്ളത്. അതുപോലെ തന്നെ ടാക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഒരു അധികാരം, ഒരു നിയന്ത്രണമൊക്കെ തന്നെ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്ക് പലപ്പോഴും കേന്ദ്ര സർക്കാരിനെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നു പലതരത്തിലുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കും. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ടും ഗ്രാൻസും ഒക്കെ തന്നെ, അതായത് ഗ്രാൻസ് നെയ്ഡും ഒക്കെ തന്നെ അനുവദിക്കുന്നതിന് ചില സമയത്ത് വിവേചനം, അതായത് ഒരു പാർഷ്വാലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പാർഷ്വാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം, ഡിസ്ക്രിമിനേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. കാരണം അത് ഡിപ്പെൻഡ്സ് ഓൺ പൊളിറ്റിക്കൽ പാർട്ടീസ് റിലേറ്റ് ചെയ്തിട്ടാണ് അത് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. കാരണം അവരുടെ പാർട്ടി പ്രദേശങ്ങളിലൊക്കെ തന്നെ, അവരുടേതായിട്ടുള്ള സ്റ്റേറ്റുകളിലൊക്കെ തന്നെ അവർ നല്ല രീതിയിൽ ഗ്രാൻഡിനേറ്റ്സ് നൽകുകയും അല്ലാത്ത പ്രദേശങ്ങളിലേക്ക് കുറച്ച് പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റിലേക്ക് വഴിവെക്കുകയും ഒക്കെ തന്നെ ചെയ്യാറുണ്ട്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റോൾ ഓഫ് ഗവർണറിനെ കുറിച്ചിട്ടാണ്. അതായത് ഗവർണറിൻ്റെ പങ്ക്, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻറ്റ് എന്നുള്ള രീതിയിലാണ് ഗവർണേഴ്സ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പലതരത്തിലുള്ള റെക്കമെൻഡേഷൻസ് പ്രകാരമാണ് പ്രസിഡൻറ്റ് നിയമിക്കുന്ന ആളുകളാണ് ഗവർണേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൻട്രൽ ഗവൺമെൻറ് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ ഗവർണർമാരെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റുകളിൽ കേന്ദ്രത്തിൻ്റെ പ്രതിനിധികളായിട്ടാണ് അവർ പ്രവർത്തിക്കുക. അതുകൊണ്ട് തന്നെ ഭരണഘടനാ സംവിധാനങ്ങളുടെയൊക്കെ തന്നെ തകർച്ചകൾ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് പറയാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തകർച്ചകളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതിലാണ് എന്ത് ചെയ്യുക, ഗവർണേഴ്സിൻ്റെ പങ്കെന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് ഗവർണേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ പോലെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. തേർഡ് വൺ എന്ന് പറയുന്നത് യൂസ് ഓഫ് ആർട്ടിക്കിൾ 356 ആണ്. അതായത് ആർട്ടിക്കിൾ 356 ഉപയോഗിക്കുന്നതിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് ഗവർണേഴ്സിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സ്റ്റേറ്റിൻ്റെ കാര്യങ്ങളിൽ പ്രസിഡൻറ്റിന് ഇടപെടാൻ അനുവാദം നൽകുന്ന ഒന്നാണല്ലോ ആർട്ടിക്കിൾ 356, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ആർട്ടിക്കിൾ 356 എന്ന് പറയുന്ന ഒരു കാര്യം ദുരുപയോഗം ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടൊരു കാരണമാവുന്നുണ്ട് എന്നുകൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏജൻസ് ആണ് നമ്മുടെ ഗവർണേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫോർത്ത് വൺ എന്ന് പറയുന്നത് അമെൻഡിങ് പവേഴ്സിനെ കുറിച്ചിട്ടാണ്. അമെൻഡിങ് പവേഴ്സ് എന്ന് പറയുമ്പോൾ കേന്ദ്ര പാർലമെൻറ്റിന് മാത്രമാണ് എന്ത് ചെയ്യുക, ഭരണഘടനാ ഭേദഗതികൾ നടപ്പിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് ഈ ഒരു പ്രക്രിയയിൽ സംസ്ഥാനങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ പരിമിതമായിട്ടുള്ള അഭിപ്രായമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു കോൺഫ്ലിക്റ്റിലേക്ക് നയിക്കുമെന്നാണ് പറയുന്നത്. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് നമ്മുടെ മിലിറ്ററി ഫോഴ്സസിൻ്റെ വിന്യാസത്തെക്കുറിച്ചിട്ടാണ്. അതായത് എന്തെങ്കിലും കലാപങ്ങളോ പണിമുടക്കോ
ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അങ്ങനത്തെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്ത് ചെയ്യും, സ്റ്റേറ്റ് എന്ത് ചെയ്യും, അവരുടേതായിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യും, സ്റ്റേറ്റിൽ ഇത്തരത്തിലുള്ള അവരുടെ മിലിറ്ററി ഫോഴ്സസിനെ വിന്യസിക്കുന്നു. ഇതും അവരുടെ ജൂറിസ്ഡിക്ഷൻ, അതായത് സ്റ്റേറ്റിൻ്റെ ജൂറിസ്ഡിക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺഫ്ലിക്റ്റിന് കാരണമാവാറുണ്ട് എന്നാണ് പറയുന്നത്. 6th വൺ എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് യൂണിയൻ ലോസ് ആണ്. ഈ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് യൂണിയൻ ലോസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ഇംപ്ലിമെൻറ്റിംഗ് യൂണിയൻ ലോസ് ബട്ട് ഡിസഗ്രിമെൻറ്റ്സ് മേ റൈസ് വെൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആർ അൺവില്ലിംഗ് ടു കംപ്ലീറ്റ് ഡ്യൂ ടു പൊളിറ്റിക്കൽ റീസൺസ്. അതായത് നമ്മൾ ഈ നിയമങ്ങളൊക്കെ നടപ്പിലാക്കുകയാണ്, അതായത് കേന്ദ്രത്തിൻ്റെ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൽ സംസ്ഥാനത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പക്ഷേ പലതരത്തിലുള്ള രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യും, ഈ കേന്ദ്രത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കാൻ വേണ്ടി തയ്യാറാകാത്തപ്പോൾ അവിടെ എന്ത് ചെയ്യും, പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഒരു കോൺഫ്ലിക്റ്റിലേക്ക്, ഒരു ടെൻഷനിലേക്ക് അത് നയിക്കുന്നു. 7th വൺ എന്ന് പറയുന്നത് ഗ്രാൻറ്റുകളിലെ വിവേചനത്തെക്കുറിച്ചിട്ടാണ്. അതായത് നമ്മുടെ സെൻട്രൽ ഏജൻസീസ് ആണെങ്കിൽ ഫണ്ടുകളുണ്ടല്ലോ, ഗ്രാൻറ്റ് നീഡ്സ് ഒക്കെ തന്നെ അനുവദിക്കുന്നതിൽ ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് പലപ്പോഴും ഡിസ്ക്രിമിനേഷൻ നേരിടേണ്ടി വരുന്നു, വിവേചനം നേരിടേണ്ടി വരുന്നു. അതായത് ഇതും നമ്മൾ പറഞ്ഞു പോയ പൊളിറ്റിക്കൽ പാർട്ടീസ് ഡിപ്പെൻസ് ഓൺ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് BJP ഭരിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു ഒപ്പോസിങ് ഗവൺമെൻറ് ആണ് മറ്റൊരു സംസ്ഥാനം ഭരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രാൻറ്റ് നീഡ്സ് ഒക്കെ തന്നെ കുറയാൻ ചാൻസ് ഉണ്ട്, ബിക്കോസ് ഓഫ് പൊളിറ്റിക്കൽ റീസൺസ്. അത് നമുക്ക് അങ്ങനെ പറയാം. 8th വൺ എന്ന് പറയുന്നത് നമ്മുടെ ഓൾ ഇന്ത്യ സർവീസസ് റിലേറ്റ് ചെയ്തിട്ടാണ്. IAS, IPS തുടങ്ങിയിട്ടുള്ള നമ്മുടെ ഓൾ ഇന്ത്യ സർവീസസ് വഹിക്കുന്ന പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷൻസ് പോലും സംസ്ഥാനത്തിൻ്റെ പോളിസീസിന് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരും അതിൽ സ്വാധീനിക്കപ്പെട്ടേക്കാം. അതും ഒരു കോൺഫ്ലിക്റ്റിലേക്ക് നയിക്കുന്നു. 9th വൺ എന്ന് പറയുന്നത് ഇൻഡർസ്റ്റേറ്റ്സ് കോൺഫ്ലിക്ട്സ് ആണ്. ഈ പലതരത്തിലുള്ള സംസ്ഥാനങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസ്ഥാനങ്ങൾ തർക്കങ്ങളിൽ ഏർപ്പെടുമ്പോൾ, അതായത് പലതരത്തിലുള്ള കോൺഫ്ലിക്ട്സ്, അതായത് ഇപ്പോൾ കേരളവും തമിഴ്നാടും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവുകയാണെന്ന് വിചാരിക്കുക, ആ ഒരു ഇഷ്യൂസിൽ പോലും പെട്ടെന്ന് ഒരു പരിഹാരം എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവരുന്നതിൽ പരാജയപ്പെടുകയാണ് സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ളൊരു ബന്ധത്തെ ഇത് വളരെയധികം മോശമാക്കി മാറ്റുന്നു. 10th വൺ എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർ സ്റ്റേറ്റ് ഓട്ടോണോമിയാണ്. അതായത് നിലവിൽ നമ്മുടെ എപ്പോഴും ഒരു ത്രാസ് എടുത്തു കഴിഞ്ഞാൽ സെൻട്രലും സ്റ്റേറ്റും തമ്മിൽ എടുത്തു കഴിഞ്ഞാൽ പവർ എപ്പോഴും എവിടെയാണ് ചരിഞ്ഞിരിക്കുക, സെൻട്രലിൻ്റെ അങ്ങോട്ടാണ്. അപ്പോൾ യൂണിയന് അനുകൂലമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ പവർ എപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റേറ്റ് ഓട്ടോണോമി, അതായത് സ്വയം ഭരണത്തിന് വേണ്ടിയിട്ടാണ് സംസ്ഥാനങ്ങൾ ഇപ്പോൾ വാദിക്കുന്നത്. കാരണം അവരുടെ അധികാരങ്ങൾ, റിസോഴ്സസ് ഒക്കെ തന്നെ സ്റ്റേറ്റിലേക്ക് തന്നെ കൈമാറണമെന്നാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു 10 എണ്ണമാണ് ടെൻഷൻസ് അല്ലെങ്കിൽ ചലഞ്ചസ് എന്ന് പറയുന്നത്. സ്റ്റേറ്റും സെൻട്രലും തമ്മിലുള്ള റിലേഷൻസിലുണ്ടാവുന്ന ഒരു ചലഞ്ചസ് എന്ന് പറയുന്നത് ഇതാണ്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സർക്കാരിയ കമ്മീഷനെ കുറിച്ചിട്ടാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. അതായത് ഇന്ത്യയിൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെയും സെൻറ്ററിൻ്റെയും ഒക്കെ തന്നെയുള്ള സർക്കാരുകളുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് തമ്മിലുള്ള അധികാരത്തിൽ ഒരു ബാലൻസ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പവറിലൊരു ബാലൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് 1983 രൂപീകരിച്ചിട്ടുള്ള ഒന്നാണ് സർക്കാരിയ കമ്മീഷൻ എന്ന് പറയുന്നത്. സോ സർക്കാരിയ കമ്മീഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോർമലി നോൺ ആസ് കമ്മീഷൻ ഓൺ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്. കമ്മീഷൻ ഓൺ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് എന്നുള്ളതാണ് സർക്കാരിയ കമ്മീഷൻ അറിയപ്പെടുന്ന ഒന്ന്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ജൂൺ 1983 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു എക്സാമിൻ and recommend changes to the distribution of powers and responsibilities between central government and state governments within the framework of the Constitution of India. ഇതിൻ്റെ ഒരു പ്രൈമറി ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് എക്സാമിൻ ചെയ്യാണ് പലതരത്തിലുള്ള ചേഞ്ചസ് വരുത്തേണ്ടതിനെ കുറിച്ചിട്ടും പവറും റെസ്പോൺസിബിലിറ്റീസും തമ്മിലുള്ള സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഏത് രീതിയിലാണ് പോകുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള റെക്കമെൻഡേഷൻസും ചേഞ്ചസും ഒക്കെ തന്നെ എക്സാമിൻ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സർക്കാരിയ കമ്മീഷൻ്റെ മേജർ ആയിട്ടുള്ളൊരു പ്രൈമറി ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. സോ ഇതെന്ന് പറയുന്നത്, ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഈ കമ്മീഷൻ എന്ത് ചെയ്യും, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ്. അതായത് ഇപ്പോഴുള്ള എഗ്രിമെൻറ്റ്സ്, യൂണിയനും സ്റ്റേറ്റും തമ്മിലുള്ള പവറും അതുപോലെ മറ്റ് ഫങ്ഷൻസും റെസ്പോൺസിബിലിറ്റീസും തമ്മിലുള്ള ടോട്ടലായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് അനലൈസ് ചെയ്യുക, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സർക്കാരിയ കമ്മീഷൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അവരെന്ത് ചെയ്യും,
ഈ ഒരു പവറും മറ്റും തമ്മിലുള്ള ബാലൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തൊക്കെ ഇഷ്യൂസ് ആണ് ഉണ്ടായിരിക്കുന്നത്, അതുപോലെ എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം, ഇവർ തമ്മിലുള്ള സഹകരണം കൂട്ടേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യും. ഇതിലുണ്ടാവുന്ന ടോട്ടലായിട്ടുണ്ടാവുന്ന ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് സർക്കാരിയ കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ ആയിട്ട് ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. സോ നമ്മൾ സർക്കാരിയ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ എക്സാമിനിങ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഷേപ്പിംഗ് ദ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ഇൻ ഇന്ത്യ. നല്ല രീതിയിലൊരു സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള റിലേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, ഇന്ത്യയിൽ അത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള റെക്കമെൻഡേഷൻസും ഇംപ്ലിമെൻറ്റേഷൻസും ഒക്കെ തന്നെ നടത്തിയത് സർക്കാരിയ കമ്മീഷനാണെന്ന് നമ്മൾ മറക്കാൻ വേണ്ടി പാടില്ല. ഇനി ഇതിൻ്റെ കുറച്ച് ഫങ്ഷൻസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റെസ്യൂഡറി പവേഴ്സിനെ കുറിച്ചിട്ടാണ്. റെസ്യൂഡറി പവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ നികുതി റിലേറ്റ് ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള പവേഴ്സ് ഉണ്ട്, അതായത് അധികാരങ്ങളുണ്ട്. അതായത് പലതരത്തിലുള്ള ടാക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൺകറന്റ് ലിസ്റ്റിൽ, അതായത് സ്റ്റേറ്റിനും സെൻറ്ററിനും ഒരുപോലെ അധികാരമുള്ള എന്ന രീതിയിൽ പറയപ്പെടുന്ന കൺകറന്റ് ലിസ്റ്റിൽ തുടരണമെന്നും അവശേഷിക്കുന്ന എല്ലാത്തരം അധികാരങ്ങളും കൺകറന്റ് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തണമെന്നുമാണ് കമ്മീഷൻ നിർദ്ദേശിച്ചത്. അപ്പോൾ പിന്നെ അവർ തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റിലേക്ക്, അതായത് സ്റ്റേറ്റിനും സെൻറ്ററിനും മാത്രമായിട്ട് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നില്ല. അപ്പോൾ രണ്ടുപേർക്കും എല്ലാത്തിലും അധികാരമുണ്ട് എന്നാവും, അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാവും എന്നാണ് ഇതിൽ പറയുന്നത്. അതുപോലെ സ്ട്രോങ് സെൻറ്ററിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എപ്പോഴും യൂണിറ്റിയും ഇൻറ്റഗ്രിറ്റിയും, അതായത് ദേശീയമായിട്ടുള്ള ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിന് നമുക്ക് ശക്തമായിട്ടുള്ള ഒരു കേന്ദ്ര സർക്കാർ നിലനിർത്തണം എന്നാണ് സർക്കാരിയ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കൺകറന്റ് വിഷയങ്ങളിൽ, അതായത് ചില സ്റ്റേറ്റിൻ്റെ വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റുന്നതിന് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കൺകറന്റ് ലിസ്റ്റിൽ എന്ത് ചെയ്യണം, നമ്മുടെ സ്റ്റേറ്റും സെൻറ്ററും തമ്മിലൊരു കൺസൾട്ടേഷൻ, ഒരു കൂടിയാലോചന ഉണ്ടാവണമെന്ന് പറയുകയാണ്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു കൺകറന്റ് ലിസ്റ്റിൻ്റെ ഇഷ്യൂസിനെ സംബന്ധിച്ചിട്ട് സ്റ്റേറ്റും സെൻറ്ററും തമ്മിലൊരു കോൺഫ്ലിക്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു തർക്കത്തിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, ഇവർ രണ്ടുപേരും കൂടി ആലോചിച്ചൊരു തീരുമാനത്തിലെത്തണം. അല്ലാതെ സെൻറ്ററിൻ്റെ നിയമങ്ങൾ മാത്രം അവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് സർക്കാരിയ കമ്മീഷൻ പറയാണ്. അതുപോലെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിലിറ്ററി ഫോഴ്സസ് എന്ത് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും കലാപോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റിലേക്ക് വിന്യസിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ വിന്യസിക്കുകയാണ്, അങ്ങനെ വിന്യസിക്കുന്നതൊന്നും കുഴപ്പമില്ല, അതൊക്കെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പവറാണ് എന്നൊക്കെ തന്നെ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ വിന്യസിക്കുന്ന സമയത്ത്, അതായത് മിലിറ്ററി ഫോഴ്സസിനെ ഒരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവിടെയുള്ള അതാത് സംസ്ഥാന സർക്കാരുകളുമായിട്ട് ഒരു മുൻകൂട്ടി കൂടിയാലോചന ഉണ്ടാവണമെന്ന് കമ്മീഷൻ പറയാണ്. അപ്പോഴും എന്താണ്, അവരുടെ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ബൂസ്റ്റ് ചെയ്യാണ്. ഇനി ഇൻ്റർ സ്റ്റേറ്റ് കോർപ്പറേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള പോളിസീസ് കൊണ്ടുവരിക, പദ്ധതികൾ കൊണ്ടുവരിക, ഇതൊക്കെ തന്നെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ എന്ത് ചെയ്യണം, ഒരു സഹകരണം ഉണ്ടാവണമെന്നും ഒരു ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽസ് രൂപീകരിക്കണമെന്നും ഒക്കെ തന്നെ ഇതിനകത്ത് കമ്മീഷൻ പറയുന്നുണ്ട്. പിന്നെ ഗവർണറിൻ്റെ ഒരുപാട് അധികാരപരിധിയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഗവർണറിൻ്റെ ഓഫീസ് അതിനെക്കുറിച്ച് നിർത്തലാക്കുകയും നമ്മുടെ സ്റ്റേറ്റും സെൻറ്ററും തമ്മിലുള്ള, അതായത് പല പാർട്ടികളാണ് ഭരിക്കുക, സ്റ്റേറ്റ് ഒരു പാർട്ടി ഭരിക്കും, സെൻറ്റർ ഒരു പാർട്ടി ഭരിക്കും. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റും സെൻറ്ററും എന്ന് പറയുന്ന ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആയതുകൊണ്ട് ഈ സെൻറ്റർ ഭരിക്കുന്ന പാർട്ടിയിൽ ഉൾപ്പെടാത്ത ഒരാളായിരിക്കണം നമ്മുടെ ഗവർണർ എന്നാണ് അവർ റിപ്പോർട്ടിൽ പറയുന്നത്. പിന്നെ 7th വൺ എന്ന് പറയുന്നത് അവർ സാമ്പത്തികമായിട്ടുള്ള വിഭവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രതിപാദിച്ചിരിക്കുന്ന പോലെ ഈ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിസോഴ്സസിൻ്റെ വിതരണത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ തന്നെ കൊണ്ടുവരണം. അതായത് വലിയ രീതിയിലുള്ള മാറ്റങ്ങളല്ല ഉദ്ദേശിക്കുന്നത്, എന്നാലും ചെറിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 356 കുറിച്ച് പറയുന്നുണ്ട്. അതായത് ആർട്ടിക്കിൾ 356 എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്രം എന്ന് പറയുന്നത് അതിനെ ദുരുപയോഗം ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് തടയുന്നതിനുള്ള നടപടികൾ നിർദ്ദേശിക്കുകയും അതിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിന് ഊന്നൽ നൽകുകയും ഒക്കെ തന്നെ സർക്കാരിയ കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. 9th വൺ എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ സർവീസസിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ മൊത്തത്തിൽ യൂണിറ്റിയും ഇൻറ്റഗ്രിറ്റിയും ഒക്കെ തന്നെ നോക്കുന്ന സമയത്ത് ഈ ഒരു അഖിലേന്ത്യാ സർവീസസ് എന്ന് പറയുന്നത് പിരിച്ചുവിടുന്നതിനെയാണ് കമ്മീഷൻ എതിർക്കുന്നത്. 10th വൺ എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ നിയമനത്തെക്കുറിച്ചിട്ടാണ്. വളരെ ഇപ്പോൾ ന്യൂനപക്ഷവും ഉണ്ടാവും, അതായത് നമ്മുടെ മൈനോറിറ്റീസും ഉണ്ടാവും, മെജോറിറ്റീസും ഉണ്ടാവും. അപ്പോൾ മെജോറിറ്റി പാർട്ടിയുടെ ഒരാളായിരിക്കും മുഖ്യമന്ത്രിയായിട്ട് വരിക. അതുകൊണ്ട് തന്നെ ഈ ന്യൂനപക്ഷ സർക്കാരുകളുടെ പലതരത്തിലുള്ള വ്യവസ്ഥകളും കൂടി എന്ത് ചെയ്യണം, ഇതിൽ പരിഗണിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. ഗവർണേഴ്സിൻ്റെ പങ്കിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ അസാധാരണമായിട്ടുള്ള സിറ്റുവേഷൻസിൽ ഒഴികെ ആർട്ടിക്കിൾ 200 പ്രകാരമുള്ള സ്റ്റേറ്റ് ബില്ലുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ട് ഗവർണേഴ്സ് എന്ത് ചെയ്യണം, അവരുടെ മന്ത്രിസഭയിൽ പലതരത്തിലുള്ള ഉപദേശത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കരുത്.
അതായത് ഓരോ ഗവർണേഴ്സും ഓരോ മന്ത്രിസഭയിലേക്കാണല്ലോ പോകുന്നത്. അതായത് ആ മന്ത്രിസഭയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് അവർ നിൽക്കുന്നത്, അങ്ങനെ വിചാരിക്കണം. അപ്പോൾ സ്റ്റേറ്റ് ബില്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗവർണേഴ്സ് എന്ത് ചെയ്യണം, ഈ മന്ത്രിസഭയിലെ അവരുടെ റെക്കമെൻഡേഷൻസിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ മോശമായിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അതിനെതിരായിട്ട് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അതുപോലെ 12th വൺ എന്ന് പറയുന്നത് ലാംഗ്വേജ് പോളിസി ആൻഡ് മീഡിയ കൺട്രോളിനെ കുറിച്ചിട്ടാണ്. ഇറ്റ് സപ്പോർട്ടഡ് ദ 3 ലാംഗ്വേജ് ഫോർമുല ആൻഡ് അഡ്വക്കേറ്റഡ് ഫോർ ഡീസെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി ഇൻ റേഡിയോ ആൻഡ് ടെലിവിഷൻ കോർപ്പറേഷൻസ്. അപ്പോൾ റേഡിയോ ടെലിവിഷൻ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ പവർ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പവർ ഡീസെൻട്രലൈസേഷൻ, വികേന്ദ്രീകരണം എന്നുള്ളൊരു കാര്യം കൊണ്ടുവരണമെന്നും ഇതൊരു തരത്തിൽ എല്ലാത്തിനെയും പിന്തുണയ്ക്കപ്പെടുകയാണെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് സർക്കാർ കമ്മീഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇത്തരം കാര്യങ്ങളൊന്നും മറക്കരുത് കേട്ടോ. അടുത്തത് ഫിനാൻസ് കമ്മീഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സും തമ്മിലുള്ള ഫിനാൻഷ്യൽ റിലേഷൻസിനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ഫിനാൻസ് കമ്മീഷൻ ചെയ്യുന്നത്. ഇത് ആർട്ടിക്കിൾ 280 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. അതുപോലെ തന്നെ ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് പീരിയോഡിക്കലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. അതിൻ്റെ മേജർ, അതായത് പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ്, അതായത് പലതരത്തിലുള്ള റെക്കമെൻഡേഷൻസ് കൊടുക്കുക, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടാക്സസ് ആൻഡ് ഗ്രാൻറ്റ്സ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഓഫ് ദി ഇന്ത്യ. അതുപോലെ തന്നെ ഓരോ ഫിനാൻസ് കമ്മീഷനും ഒരു ചെയർമാനും 4 മെമ്പേഴ്സും ഉണ്ടാവും. ഇത് അപ്പോയിൻറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രസിഡൻ്റ് ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ടോട്ടലായിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് 2021 to 2026 വരെ ഒരു 16th ഫിനാൻസ് കമ്മീഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോഴത്തെ 16th ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ അരവിന്ദ് പനഗാരിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു എക്കണോമിസ്റ്റൊക്കെയാണ് കേട്ടോ. പലതരത്തിലുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പൊസിഷൻസിൽ ഇന്ത്യയിലും ഇൻ്റർനാഷണലി ആയിട്ടൊക്കെ തന്നെ അദ്ദേഹം നിന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ടോട്ടലായിട്ട് ഈ ഒരു ഫിനാൻസ് കമ്മീഷൻ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. സോ ഇതിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു ചെയർമാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എന്ന് പറയുന്നത് പബ്ലിക് അഫയേഴ്സിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കണം. അതുപോലെ അതർ മെമ്പേഴ്സ് എന്ന് പറയുന്നത് എ പേഴ്സൺ ക്വാളിഫൈഡ് ടു അപ്പോയിൻറ്റഡ് ബൈ ഹൈക്കോടതി ജഡ്ജ്. അപ്പോൾ ഹൈക്കോടതി ജഡ്ജി ആവാൻ വേണ്ടിയിട്ട് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളായിരിക്കണം ഒരു മെമ്പർ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വൺ വിത്ത് സ്പെഷ്യൽ നോളജ് ഓഫ് ഗവൺമെൻറ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. അപ്പോൾ പലതരത്തിലുള്ള ഗവൺമെൻറ്റിനെ കുറിച്ചിട്ടും ഫിനാൻഷ്യൽ അക്കൗണ്ട്സിനെ കുറിച്ചിട്ടൊക്കെ തന്നെ നല്ലോണം എന്ത് പറയാം, സ്പെഷ്യൽ ആയിട്ടുള്ള നോളജ് ഉള്ള ഒരാളായിരിക്കണം അടുത്തൊരു മെമ്പർ എന്ന് പറയുന്നത്. അതുപോലെ തേർഡ് മെമ്പർ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലും അഡ്മിനിസ്ട്രേഷനിലും നല്ലോണം പരിചയമുള്ള ഒരാളായിരിക്കണം അടുത്ത മെമ്പർ എന്ന് പറയുന്നത്. പിന്നെ ഇക്കണോമിക്സിൽ ഭയങ്കരമായിട്ട് നോളജ് ഉള്ള ഒരാളായിരിക്കണം മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത്. അങ്ങനെയാണ് 4 മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മീഷൻ എന്ന് പറയുന്നത് പ്രസിഡൻറ്റിനാണ് റെക്കമെൻഡേഷൻസ് നൽകുന്നത്. അതുപോലെ സ്റ്റേറ്റും സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള നികുതി റിലേറ്റ് ചെയ്തിട്ടുള്ള വരുമാനത്തിൻ്റെ വിതരണത്തെക്കുറിച്ചിട്ടുള്ള റെക്കമെൻഡേഷൻസ് നൽകാറുണ്ട്. അതുപോലെ ടാക്സിൻ്റെ വരുമാനത്തിൻ്റെ ഷെയർസ് സംസ്ഥാനങ്ങൾക്കിടയിൽ എങ്ങനെ അനുവദിക്കണം എന്നതിനെക്കുറിച്ചിട്ടുള്ളൊരു റെക്കമെൻഡേഷൻസ് കൊടുക്കാറുണ്ട്. പിന്നെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഓരോ സ്റ്റേറ്റിനും ഗ്രാൻഡ് നീഡായിട്ട് എത്രത്തോളം കൊടുക്കണം എന്ന് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഒക്കെ തന്നെ പറയുന്നതും നമ്മുടെ ഈ ഒരു ഫിനാൻസ് കമ്മീഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് പലതരത്തിലുള്ള റെക്കമെൻഡേഷൻസ് കൊടുക്കുകയും പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റിയും ഒക്കെ തന്നെ റിസോഴ്സസ് സപ്ലിമെൻറ്റ് ചെയ്യുന്നതിനുള്ള ഒരുപാട് നടപടികൾ സ്വീകരിക്കുന്നത് ഫിനാൻസ് കമ്മീഷനാണ്. അതുപോലെ തന്നെ രാഷ്ട്രപതി പരാമർശിക്കുന്ന മറ്റേത് കാര്യങ്ങൾ, ഇപ്പോൾ ഫിനാൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏത് കാര്യങ്ങളിലും റെക്കമെൻഡേഷൻസ് നൽകാൻ വേണ്ടിയിട്ട് ഫിനാൻസ് കമ്മീഷൻ ബാധ്യസ്ഥരാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 281 അനുസരിച്ചിട്ടാണ് നമ്മുടെ ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻസ് പ്രസിഡന്റിന് നൽകുന്നത്. അതുപോലെ പ്രസിഡന്റ് പാർലമെന്റിൻ്റെയും ഓരോ സഭകളിലും ഇത് വയ്ക്കുന്നുണ്ട്. ഈ നീതി ആയോഗിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. 2015 നീതി ആയോഗ് കൊണ്ടുവന്നിരിക്കുന്നത്. പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് നീതി ആയോഗ് വന്നിട്ടുണ്ടായിരുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രധാന പോളിസിയുടെയൊക്കെ തന്നെ തിങ്ക് ടാങ്ക് ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ നീതി ആയോഗിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ
നമ്മുടെ നീതി ആയോഗിൻ്റെ ഫുൾ ഫോം, അതായത് നീതി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് എ പോളിസി തിങ്ക് ടാങ്ക് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. അതുപോലെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡയറക്ഷൻസും വിഷൻസും ഒക്കെ തന്നെ ഓരോ കൺട്രിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പലതരത്തിലുള്ള സെക്ടേഴ്സിലേക്ക് നൽകുക എന്നുള്ളതാണ് നീതി ആയോഗിൻ്റെ പ്രൈമറി ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ഒരു തിങ്ക് ടാങ്ക് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. പലതരത്തിലുള്ള റെലവൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിക്കും അതുപോലെ ടെക്നിക്കൽ ആയിട്ടുള്ള അഡ്വൈസസ് നമ്മുടെ ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലെവലിലേക്ക് കൊടുക്കുക എന്നുള്ളത് നീതി ആയോഗിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ അൺലൈക്ക് ദ പ്രീവിയസ് പ്ലാനിംഗ് കമ്മീഷൻസ് നീതി ആയോഗ് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുന്നത് ഗുഡ് ഗവേണൻസിലാണ്. അപ്പോൾ നോളജ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലായി കഴിഞ്ഞാൽ കൂടി കുറച്ചുകൂടി ഗുഡ് ഗവേണൻസിൽ നീതി ആയോഗ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഗവൺമെൻറ് പോളിസീസിനെ മോണിറ്റർ ചെയ്യുകയും ഇംപ്ലിമെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ വേരിയസ് മിനിസ്ട്രീസിൽ, അതായത് സെൻട്രൽ സ്റ്റേറ്റ് ലെവൽസിൽ അതെങ്ങനെ പോകുന്നു എന്നതിനെക്കുറിച്ചിട്ടൊക്കെ തന്നെ അനലൈസ് ചെയ്യുക എന്നുള്ളത് കാര്യം കൂടി നീതി ആയോഗ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ പുവർ മാർജിനലൈസ്ഡ് സെഷൻസിലുള്ള എല്ലാവർക്കും പ്രയോറിറ്റി കൊടുക്കുകയും അവരുടെ ഒരു അപ്ലിഫ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് കൂടി നീതി ആയോഗ് കുറച്ചുകൂടി ഫോക്കസ് അല്ലെങ്കിൽ ഒരു ടെൻഷൻ കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും, അത് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആയിരിക്കും. ഗവേണിംഗ് കൗൺസിൽ എന്ന് പറയുന്നത് നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ് ആയിരിക്കും. വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അത് അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയാണ് കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇതിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഫുൾ ടൈം മെമ്പേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പാർട്ടി മെമ്പേഴ്സുമുണ്ട്. പാർട്ടി മെമ്പേഴ്സ് എന്ന് പറയുന്നത് മാക്സിമം 2 ആണ്. അത് ഏതെങ്കിലും സ്കോളേഴ്സ് ഫ്രം യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതുപോലെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ടാവാറുണ്ട്, അതും യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ നിന്നാണ് എടുക്കുന്നത്. പിന്നെ സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ട്, അതും നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റ്സിനും കൃത്യമായിട്ടുള്ള ഡയറക്ഷൻസും സ്ട്രാറ്റജിക് ആയിട്ടുള്ള പലതരത്തിലുള്ള പ്ലാൻസും നൽകുക അല്ലെങ്കിൽ വിവരങ്ങൾ നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫോസ്റ്റർ കോർഡിനേഷൻ എമംഗ് മിനിസ്ട്രീസ്, സ്റ്റേറ്റ്സ്, സെൻട്രൽ സ്റ്റേറ്റ്സ്. അപ്പോൾ പലതരത്തിലുള്ള മന്ത്രാലയങ്ങളും സംസ്ഥാനങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളൊക്കെ തമ്മിലുള്ള ഒരു കോർഡിനേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും, അതുപോലെ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ തന്നെ മുകളിൽ നിന്ന് താഴേക്ക് എന്നുള്ള തരത്തിലൊരു ഡെവലപ്മെൻറ്റിൻ്റെ സമീപനത്തിലേക്ക് മാറുക, അതുപോലെ തന്നെ വളരെ ഡൗൺവാർഡിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്യുക. അതായത് വളരെ മോശം സിറ്റുവേഷൻസിൽ നിൽക്കുന്നവരെയൊക്കെ തന്നെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള പോളിസീസ് കൊണ്ടുവരിക. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളതിലും അതുപോലെ എൻ്റർപ്രണർഷിപ്പ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ, അതായത് സംരംഭകത്വം, നവീകരണം, അറിവ് തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളിലൊക്കെ തന്നെ പുനഃസ്ഥാപിക്കുക എന്നുകൂടി അവർ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ ഇന്റർ ഡിപ്പാർട്ട്മെൻറ്റലായിട്ടുള്ള, ഇപ്പോൾ നമ്മുടെ ഒരു ഗവൺമെൻറ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും, പല സെക്ടേഴ്സ് ഉണ്ടാവും. അങ്ങനെ എല്ലാത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നീതി ആയോഗ് ലക്ഷ്യമിടുന്നുണ്ട്. അതുപോലെ ടെക്നോളജിക്കൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലും ഡെവലപ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ പലതരത്തിലുള്ള പ്രോഗ്രാംസ് നടപ്പിലാക്കുക, അതൊക്കെ തന്നെ അനലൈസ് ചെയ്യുക, വിലയിരുത്തുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഫങ്ഷൻസിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു റിസോഴ്സ് സെൻറ്റർ ആയിട്ടാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു നോളജ് സെൻറ്റർ ആയിട്ടൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു നീതി ആയോഗ് പ്രവർത്തിക്കുന്നത്. പല കാര്യങ്ങളും ഡിസൈൻ ചെയ്യുക, പ്രോഗ്രാം ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ഫെഡറലിസത്തെ കുറച്ചുകൂടി പ്രോത്സാഹിപ്പിക്കുക, പലതരത്തിലുള്ള പ്രോഗ്രാംസ് നടപ്പിലാക്കുക, അതൊക്കെ തന്നെ അതിൻ്റെ ഫങ്ഷൻസ് ആണ് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിനെ കുറിച്ചിട്ടാണ്. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പലതരത്തിലുള്ള പ്ലാനിങ്ങിൽ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് ദ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ, അതായത് NDC എന്ന് പറയുന്നത് രാഷ്ട്രീയ വികാസ് പരിഷത്ത് എന്നുകൂടി അറിയപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ഹയസ്റ്റ് അതോറിറ്റിയാണ് ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് ഡിസിഷൻസ് ആൻഡ് എൻഗേജിങ് ഇൻ ഡിസ്കഷൻസ് റിഗാർഡിംഗ് ഡെവലപ്മെൻറ്റ് ഇഷ്യൂസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലെ ഡെവലപ്മെൻറ്റ് ഇഷ്യൂസ് റിലേറ്റ് ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള ഡിസ്കഷൻസും കാര്യങ്ങളിലൊക്കെ തന്നെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹയസ്റ്റ് അതോറിറ്റിയാണ് NDC എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രിസൈഡിംഗ് മെമ്പർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററാണ് ഇതിൻ്റെ പ്രിസൈഡിംഗ് മെമ്പറായിട്ട് നിൽക്കുന്നത്. ഈ ഒരു NDC എന്ന് പറയുന്നത് 16 ഓഗസ്റ്റ് 1952 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം
അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നാഷണൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്, പലതരത്തിലുള്ള റിസോഴ്സസും കാര്യങ്ങളൊക്കെ തന്നെ മൊബിലൈസ് ചെയ്യാനും സ്ട്രെങ്തൻ ചെയ്യാനും വേണ്ടിയിട്ട്. അതിനുശേഷം 5 ഇയർ പ്ലാൻസ് മെയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്, ഇക്കണോമിക് ആയിട്ടുള്ള പോളിസീസ് കൊണ്ടുവന്നിട്ട് ടോട്ടലായിട്ടുള്ളൊരു പ്രൊമോഷനാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇതിൻ്റെ ഒരു ഫസ്റ്റ് മീറ്റിംഗ് എന്നുള്ള രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്നത് നവംബർ 1952 ഒരു പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ആണ് അന്ന് നടത്തിയിട്ടുണ്ടായിരുന്നത്. സോ NDCൻ്റെ ഒരു ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെങ്തൻ ആൻഡ് മൊബിലൈസ് ദ എഫേർട്ട് ആൻഡ് റിസോഴ്സ് ഓഫ് നേഷൻസ് ഇൻ സപ്പോർട്ട് ഫോർ ദ പ്ലാൻ. അതായത് ഒരു പ്ലാൻ വെച്ചിട്ട് ഈ ഒരു തരത്തിലുള്ള റിസോഴ്സസും കാര്യങ്ങളൊക്കെ തന്നെ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യുക, മൊബിലൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു NDCൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോമൺ എക്കണോമിക് പോളിസീസും എല്ലാ കാര്യങ്ങളും ഒരു വൈറ്റൽ സ്പിയേഴ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. അതുപോലെ തന്നെ റാപ്പിഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എല്ലാ റീജിയൻസിലേക്കും കൊണ്ടുവരിക, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള റാപ്പിഡ് ഡെവലപ്മെൻറ്റ് എല്ലാവിടേക്കും എത്തിക്കുക എന്നുള്ളതും ഇവരുടെ ഒരു ഒബ്ജക്റ്റീവാണ്. അതുപോലെ തന്നെ സോഷ്യൽ എമ്യൂണിറ്റീസ് ലൈക്ക് എഡ്യൂക്കേഷൻ, മെഡിക്കൽ കെയർ, അതർ സർവീസസ് ഒക്കെ തന്നെ സിറ്റിസൺസിലേക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ഇവരുടെ ഒരു ഒബ്ജക്റ്റീവായിട്ട് പറയാം. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ മെമ്പേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഒരു മെമ്പറാണ്, ചീഫ് മിനിസ്റ്റർ ഓഫ് ഓൾ സ്റ്റേറ്റ്സ് ഇതിൻ്റെ മെമ്പേഴ്സാണ്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓഫ് യൂണിയൻ ടെറിട്ടറീസും പിന്നെ പ്ലാനിംഗ് കമ്മീഷൻ്റെ മെമ്പേഴ്സൊക്കെ ഇതിനകത്ത് മെമ്പേഴ്സായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അതർ മിനിസ്ട്രീസ് മേ ഓൾസോ ഇൻവൈറ്റഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ഡിസ്കഷൻസ്. ഇനി അടുത്തത് ഇതിൻ്റെ ഫംഗ്ഷൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു NDC എന്ന് പറയുന്നത് ഒരു അഡ്വൈസറി കൗൺസിലാണ്. എന്തൊക്കെ ഫംഗ്ഷൻസിലേക്കാണിത് കൈകടത്തുന്നത് നമുക്ക് നോക്കാം. പീരിയോഡിക്കലി റിവ്യൂ ദ വർക്കിംഗ് ഓഫ് ദ നാഷണൽ പ്ലാൻ എന്ന് പറയുന്നത് ഏത് രീതിയിൽ വർക്ക് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചിട്ടും അതിനൊരു സമയബന്ധിതമായിട്ട് അവരത് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൺസിഡർഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു സോഷ്യൽ ആൻഡ് ഇക്കണോമിക് പോളിസി അഫക്റ്റിംഗ് നാഷണൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ പലതരത്തിലുള്ള നാഷണൽ ഡെവലപ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസും, അതായത് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് പോളിസീസ് ഒക്കെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ, നാഷണൽ പ്ലാനിൻ്റെ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു NDC പലതരത്തിലുള്ള മെഷേഴ്സ് കൊണ്ടുവരുന്നുണ്ട്. അടുത്തത് എൻഷുർ മാക്സിമം കോപ്പറേഷൻ ഓഫ് പീപ്പിൾ ഇൻ പ്ലാനിങ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഇംപ്രൂവ്മെൻറ്റ്സ്. അതായത് പ്ലാനിങ്ങിലും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ പരമാവധി ഒരു സഹകരണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് NDC ലക്ഷ്യമിടുന്നുണ്ട്. 5th വൺ എന്ന് പറയുന്നത് സജസ്റ്റ് പ്രോഗ്രാംസ് ആൻഡ് സ്കീംസ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ലെസ് ഡെവലപ്ഡ് ആൻഡ് ബാക്ക്വേർഡ് ക്ലാസസ് ആൻഡ് റീജിയൻസ്. അപ്പോൾ വളരെ അവികസിതവും അതുപോലെ തന്നെ വളരെ പിന്നാക്കവുമായിട്ട് നിൽക്കുന്ന വിഭാഗങ്ങളുടെ ഒക്കെ തന്നെ, അല്ലെങ്കിൽ ആ പ്രദേശങ്ങളുടെ ഒക്കെ തന്നെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള പരിപാടികളും പദ്ധതികളും ഒക്കെ തന്നെ നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ട് NDC ലക്ഷ്യമിടുന്നുണ്ട്. 6th വൺ എന്ന് പറയുന്നത് ആസസ് റിസോഴ്സസ് റിക്വയർഡ് ഫോർ ഇംപ്ലിമെൻറ്റിംഗ് പ്ലാൻസ് ആൻഡ് സജസ്റ്റ് വേ ടു റേസ് നാഷണൽ റിസോഴ്സസ്. അപ്പോൾ പലതരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് ഒരുപാട് വിഭവങ്ങളുടെ ആവശ്യമുണ്ട്. അപ്പോൾ ആ ആവശ്യങ്ങളായിട്ടുള്ള വിഭവങ്ങളെ വിലയിരുത്തുകയും അത് നാഷണൽ റിസോഴ്സസ് എങ്ങനെ ഏത് രീതിയിൽ സമാഹരിക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ നൽകാനും NDC ഒബ്ജക്റ്റീവായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫംഗ്ഷനായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ 7th വൺ എന്ന് പറയുന്നത് ടേക്ക് ഡിസിഷൻസ് റിഗാർഡിംഗ് ദി അലോക്കേഷൻ ഓഫ് സെൻട്രൽ അസിസ്റ്റൻസ് ഫോർ പ്ലാനിംഗ് എമംഗ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്. അപ്പോൾ വിവിധ സംസ്ഥാനങ്ങളുടെയൊക്കെ ഇടയിൽ നമ്മുടെ പ്ലാനിങ്ങുമായിട്ടുള്ള രീതിയിൽ സെൻട്രലിൻ്റെ സഹായം അനുവദിക്കുന്നതിന് സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് ഡിസിഷൻസ് കൊണ്ടുവരിക എന്നുള്ളതും ഇവരുടെ ഒരു ഫംഗ്ഷനാണ്. അതുപോലെ 8th വൺ എന്ന് പറയുന്നത് പ്രിസ്ക്രൈബ് ഗൈഡ് ലൈൻസ് ഫോർ ദി ഫോർമുലേഷൻ ഓഫ് നാഷണൽ പ്ലാൻസ്. അപ്പോൾ ദേശീയ പദ്ധതികളൊക്കെ തന്നെ രൂപീകരിക്കുകയും അതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ റെക്കമെൻഡ് ചെയ്യാനും ഒക്കെ തന്നെ NDCയുടെ ഒരു ഫംഗ്ഷനാണ്. അതുപോലെ നമ്മുടെ കൺസിഡർ ആൻഡ് അപ്രൂവ് നാഷണൽ പ്ലാൻസ് ഫോർ ആസ് ഫോർമുലേറ്റഡ് ബൈ ദ പ്ലാനിംഗ് കമ്മീഷൻ ആവിഷ്കരിച്ചിട്ടുള്ള പലതരത്തിലുള്ള പദ്ധതികൾ പരിഗണിക്കുകയും അതൊക്കെ തന്നെ അംഗീകരിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നത് ഇതിലൂടെയാണ്. ഡിസ്കസ് ചെയ്യുന്നത് റോൾ ഓഫ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ്. നമ്മുടെ ഈ ഒരു NDCയുടെ റോൾ എന്താണെന്നാണ് പറയുന്നത്. സോ NDC പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഇന്ത്യാസ് ഫെഡറൽ പൊളിറ്റി ആസ് ദ അപ്പെക്സ് ബോഡി ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഡെലിബറേഷൻസ് ഓൺ ഡെവലപ്മെൻറ്റ് മാറ്റേഴ്സ്. അപ്പോൾ പലതരത്തിലുള്ള വികസന കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നതിനും അതുപോലെ ചർച്ച ചെയ്യുന്നതിനുമുള്ള ഒരു
ഏറ്റവും ഒരു ഹയസ്റ്റ് സമിതി എന്നുള്ള നിലയിലാണ് നമ്മുടെ ഇന്ത്യയിലെ ഒരു ഫെഡറൽ രാഷ്ട്രീയത്തിൽ NDCക്കുള്ളൊരു പങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളെയും മുഖ്യമന്ത്രിമാരെയും ഒരുമിച്ച് കൊണ്ടുവരുന്നതിലൂടെ പ്ലാനിങ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പോളിസീസിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്ലാനിങ്, ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ തന്നെ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് NDC കൊണ്ടുവരുന്ന ഒന്നാണ്. അതുപോലെ ഓരോ സ്റ്റേറ്റിൻ്റെയും പങ്കാളിത്തം എന്ന് പറയുന്നതും അതുപോലെ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളും ഒക്കെ തന്നെ പരിഹരിക്കപ്പെടുന്നുവെന്ന് NDC ഉറപ്പാക്കുന്നുണ്ട്. കാരണം ഇതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, പ്രൈം മിനിസ്റ്ററും അതുപോലെ എല്ലാ സ്റ്റേറ്റ്സിലെ മെമ്പേഴ്സും ഉണ്ട്. അങ്ങനെ എല്ലാ പദ്ധതികളുടെയും കറക്റ്റായിട്ടുള്ള നടത്തിപ്പിലേക്കാണ് ഇത് നയിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ NDCയുടെ ഒരു റോള് ഇതാണ് കേട്ടോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് GST കൗൺസിലിനെ കുറിച്ചിട്ടാണ്, അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കൗൺസിലിനെ കുറിച്ചിട്ട്. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കിംഗ് റെക്കമെൻഡേഷൻസ് ടു ബോത്ത് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് റിഗാർഡിംഗ് ഇഷ്യൂസ് റിലേറ്റഡ് ടു ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസിൽ പലതരത്തിലുള്ള ഡിസിഷൻസും റെക്കമെൻഡേഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യൂണിയനും സ്റ്റേറ്റ്സ് ഗവൺമെൻറ്റ്സിനും ഇടയിൽ ഒരു ക്രൂഷ്യൽ റോൾ മേക്ക് ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കോമ്പോസിഷനും ഫങ്ഷൻസും ഒക്കെ തന്നെ നമുക്ക് നോക്കാം. GST കൗൺസിൽ കംപ്രൈസസ് ദ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആസ് ചെയർമാൻ. അപ്പോൾ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററാണ് ഇതിൻ്റെ ചെയർമാനായിട്ട് നിൽക്കുന്നത്. അതുപോലെ റവന്യൂ അല്ലെങ്കിൽ ധനകാര്യ ചുമതലയുള്ള നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയും ഒക്കെ തന്നെ ഓരോ സ്റ്റേറ്റിൻ്റെ സർക്കാരും നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു മന്ത്രിയൊക്കെ തന്നെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. പിന്നെ കേന്ദ്ര സർക്കാരിന് 1/3 വോട്ടും സംസ്ഥാനത്തിന് 2 വോട്ടും ഒക്കെയാണ് GST കൗൺസിലിനകത്ത് ഉള്ളത്. ഇതിൻ്റെ മെയിൻ ഫംഗ്ഷനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ GST എന്ന് പറയുന്ന ഒരു കാര്യം നടപ്പിലാക്കുന്നതിൻ്റെ പല വിവിധ വശങ്ങളിൽ GST കൗൺസിൽ 3/4 ഭൂരിപക്ഷത്തോട് കൂടിയിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അതിൽ ഉൾപ്പെടുത്തേണ്ട നികുതികൾ, അതുപോലെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതിൽ ഏതൊക്കെ ഗുഡ്സും സർവീസസും ഒഴിവാക്കണം, അതുപോലെ തന്നെ അതിൻ്റെ വിറ്റുവരവിനെ കുറിച്ച്, നിരക്കുകളെ കുറിച്ചിട്ട്, അതിൻ്റെ പലതരത്തിലുള്ള കുറിച്ചിട്ടൊക്കെ തന്നെ ഇതിനകത്ത് ഡിസ്കഷൻസ് വരുന്നുണ്ട്. അതുപോലെ ചില സംസ്ഥാനങ്ങളിൽ ചില പ്രത്യേക വ്യവസ്ഥകളൊക്കെ തന്നെ അവർ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളുടെയൊക്കെ തന്നെ പരിഹാര സംവിധാനങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ GST കൗൺസിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇഷ്യൂസ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷനെ കുറിച്ച് പറയുന്നുണ്ട്, അതായത് തർക്ക പരിഹാര പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് കേന്ദ്രവും സംസ്ഥാനവും ഒക്കെ തന്നെ ഇതിനകത്ത് ഉൾപ്പെടുന്നത് കൊണ്ട് പലതരത്തിലുള്ള താല്പര്യമില്ലായ്മകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരുപാട് തരത്തിലുള്ള ആശങ്കകളും അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള ചലഞ്ചസ് ആവുന്നു. അതെന്ത് ചെയ്യുന്നുണ്ട്, തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് GST കൗൺസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് ചുമതലപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുൻ UPA സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന GST തർക്ക പരിഹാര അതോറിറ്റി പോലുള്ള ഒരുപാട് സ്ഥാപനങ്ങളുടെ അഭാവം എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു സംവിധാനത്തിലില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ GSTയുടെ പലതരത്തിലുള്ള വ്യവസ്ഥകളിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് കേന്ദ്രത്തിലും അതുപോലെ സംസ്ഥാനത്തിനും ഒക്കെ തന്നെ മാത്രം കഴിയില്ല എന്നും, ഒരു കൗൺസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ തർക്കങ്ങൾ നിഷ്പക്ഷമായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും എന്നൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ മൊത്തത്തിൽ GST കൗൺസിലിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രവർത്തനം എന്ന് പറയുന്നത് സുഗമമായിട്ടുള്ള തരത്തിലൊരു നടത്തിപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതായത് സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള ഈ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള തർക്കങ്ങളൊക്കെ തന്നെ ഫലപ്രദമായിട്ട് പരിഹരിക്കുക, അതൊക്കെ തന്നെ നിർണായകമാണ് നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ GSTയുടെ വളരെ സങ്കീർണമായിട്ടുള്ള സ്വഭാവം നമ്മുടെ സെൻട്രലും സ്റ്റേറ്റിലും ഒക്കെ തന്നെ അതിൻ്റെ സ്വാധീനവും കണക്കിലെടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു GST കൗൺസിലിൻ്റെ ആവശ്യകത കൂടുതലാണ് എന്നാണ് പറയുന്നത്. ഇനി ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 263 പ്രകാരമാണ് ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽസ് ഒക്കെ സ്ഥാപിതമാവുന്നത്. അപ്പോൾ നമ്മുടെ ഈ കേന്ദ്രവും സംസ്ഥാനവും അതായിട്ടുള്ള ഗവൺമെൻറ്റ്സ് തമ്മിലുള്ള ഒരു കോർഡിനേഷൻ സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇൻ്റർ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ ഒരു കൗൺസിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസും ഡ്യൂട്ടീസിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സംസ്ഥാനങ്ങൾക്കിടയിലോ അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്രത്തിൻ്റെ ഇടയിലോ ഒക്കെ തന്നെ ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങൾക്കിടയിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അന്വേഷിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ പോലും അപ്പോൾ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഇത് അന്വേഷിക്കപ്പെടുന്നത്. അതുപോലെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളെക്കുറിച്ച് ഇപ്പോൾ കേരളവും തമിഴ്നാടും തമ്മിലുള്ളൊരു തർക്കം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പലതരത്തിലുള്ള റെക്കമെൻഡേഷൻസ് കൊണ്ടുവരികയും ഓരോ തരത്തിലൊരു കോർഡിനേഷനിലൂടെ കൊണ്ടുവന്നിട്ട് പലതരത്തിലുള്ള നടപടികൾ എടുക്കുകയും ചെയ്യുന്നത് ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിലാണ്. അതുപോലെ തന്നെ ചെയർമാൻ റഫർ ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ കൗൺസിൽ എപ്പോഴും പരിഗണിക്കാറുണ്ട്.
ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ് ഇതിൻ്റെ അധ്യക്ഷനായിട്ട് നിൽക്കുന്നത്. അതുപോലെ ഓരോ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാരുണ്ടാവും. അതുപോലെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെയൊക്കെ തന്നെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാവും. അങ്ങനെ അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുള്ള മന്ത്രിമാരും കൂടി ഇതിനകത്ത് ഉണ്ടാവും. അതുപോലെ സ്ഥിരം ഇൻവൈറ്റീസ് ഒക്കെ തന്നെ ഉണ്ട്. അതായത് ചെയർമാൻ നാമനിർദ്ദേശം ചെയ്യുന്ന മന്ത്രിമാരൊക്കെ തന്നെ സ്ഥിരം മെമ്പേഴ്സായിട്ട് ഇതിനകത്തുണ്ട്. ഇനി ഇതിൻ്റെ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അസിസ്റ്റഡ് ബൈ ദ സെക്രട്ടേറിയറ്റ് ഹെഡ് ബൈ ദ സെക്രട്ടറി ടു ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു സെക്രട്ടേറിയറ്റിൻ്റെ സഹായം ഉണ്ടാവും. അതുപോലെ പലതരത്തിലുള്ള റെക്കമെൻഡേഷൻസ് നടപ്പാക്കുന്നത് നിരീക്ഷിക്കുകയും ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട്സുകളൊക്കെ തന്നെ തയ്യാറാക്കുകയും ഇതിലൂടെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ നദീതീരം റിലേറ്റ് ചെയ്തിട്ടുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ ഇൻ്റർ സ്റ്റേറ്റ്, അതായത് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളിൽ ഉപദേശങ്ങളൊക്കെ നൽകാൻ അധികാരം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കങ്ങളിൽ ഇവർക്ക് റെക്കമെൻഡേഷൻസ് നൽകാൻ വേണ്ടിയിട്ട് അധികാരമില്ല എന്നാണ് പറയുന്നത്. അതുപോലെ 1990 സ്ഥാപിതമായിട്ടുള്ള ഒരു കൗൺസിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ ഭരണകാലത്ത് പിന്നീട് പുനരുജ്ജീവിപ്പിക്കപ്പെട്ട് അങ്ങനെ പലതരത്തിലുള്ള കാലഘട്ടങ്ങളൊക്കെ തന്നെ ഇത് അഭിമുഖീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ഈ ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിലിന് പലതരത്തിലുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും പലപ്പോഴും അത് ഉപയോഗശൂന്യമായിട്ടാണ് നിൽക്കുന്നത്. അതായത് പ്രത്യേകിച്ചും കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും ഭരണകക്ഷികൾ തമ്മിലുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഒക്കെ തന്നെ കാലഘട്ടത്തിൽ എപ്പോഴും ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്ന് പറയുന്നത് ഉപയോഗശൂന്യമായിട്ട് നിൽക്കുകയാണ്. അതുപോലെ കോർഡിനേഷൻ പ്രോത്സാഹിപ്പിക്കുക, രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുക, സ്റ്റേറ്റുകൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുക. അതുപോലെ ഈ ഒരു ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിലിന് പ്രാധാന്യമുണ്ട്. അതുപോലെ പലതരത്തിലുള്ള ഫലപ്രാപ്തി, അതായത് ഈ പങ്കാളികളിൽ നിന്നുള്ള ആക്റ്റീവായിട്ടുള്ള ഇടപെടലിലൂടെയും പിന്തുണയിലൂടെയും ഒക്കെ തന്നെയാണ് ഈ ഒരു ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്ന് പറയുന്ന ഏത് രീതിയിൽ നിന്ന് പോകണമെന്ന് ഉണ്ടാവുക. അപ്പോൾ ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ തന്നെയാണ് ഹോൾഡ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളിലും. പക്ഷേ നമുക്ക് എന്താ പറയാൻ വേണ്ടി പറ്റുക, പലതരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ, പൊളിറ്റിക്കൽ പാർട്ടീസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ, മറ്റ് റീസൺസ് ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊരു ഉപയോഗശൂന്യമായിട്ടുള്ള രീതിയിൽ, അതായത് ഉപയോഗിക്കപ്പെടാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു കൗൺസിലായിട്ട് നിൽക്കാറുണ്ട് എന്നാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ടോട്ടലായിട്ട് നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.